ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ വിസിറ്റിനെ കുറിച്ചാണ്. ചരിത്രപരമായ ഒരു സന്ദർശനം. നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ട് ഉക്രൈനിൽ വിസിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1991 USSRൽ നിന്ന് നമ്മുടെ ഉക്രൈൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉക്രൈൻ വിസിറ്റ് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിലെ ഉക്രൈൻ വിസിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് നമുക്കറിയാം, ഉക്രൈനും റഷ്യയുമായിട്ട് യുദ്ധത്തിലാകുന്ന സമയമാണ്. ഉക്രൈൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്ളാഡിമിർ സെലൻസ്കിയാണ്. ഉക്രൈൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കീവാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. റഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മോസ്കോയും റഷ്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഒരു ഡേ ആൻഡ് ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. August 23 നാഷണൽ സ്പേസ് ഡേ. എന്തുകൊണ്ടാണ് നാഷണൽ സ്പേസ് ഡേ August 23 നമ്മൾ ആചരിക്കുന്നത്? ഇതിൻ്റെ കാരണം നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഈ ചന്ദ്രയാൻ 3 നമ്മൾ വിജയകരമായിട്ട് ചന്ദ്രനിൽ ഇറക്കിയ ദിവസമാണ് August 23. അതുകൊണ്ട് തന്നെ നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് ഈ August 23. നമുക്കറിയാം, August 23 കഴിഞ്ഞിട്ടുള്ള, അതായത് 2023 August 23 നമ്മൾ ഇത് ആദ്യമായിട്ട് നമ്മളുടെ ചന്ദ്രയാൻ 3 നമ്മളുടെ ചന്ദ്രനിൽ വിജയകരമായിട്ട് ഇറക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിനേഷനുകളിലെല്ലാം നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഈ 2023 August 23 പ്രത്യേകത. അതുപോലെ നാഷണൽ സ്പേസ് ഡേ. അതുപോലെ സ്ഥിരമായ എക്സാമിനേഷന് കാണുന്ന മറ്റൊരു ടോപ്പിക്കാണ് ശിവശക്തി പോയിന്റ്. എന്താണ് ഈ ശിവശക്തി പോയിന്റ്? നമ്മൾ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫെയറിൽ ഇത് അപ്ഡേറ്റ് ചെയ്തതായിരുന്നു. അതായത് നമ്മളുടെ ചന്ദ്രയാൻ 3 മൂണിൽ ലാൻഡ് ചെയ്ത ആ സ്ഥലത്തിന് ഇന്ത്യ ഒരു പേര് നൽകി. ആ പേരാണ് ഈ ശിവശക്തി പോയിന്റ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ പറഞ്ഞു 2023 August 23 ഈ ചന്ദ്രയാൻ നമ്മൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് എപ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് എപ്പോഴാണ് ഇത് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ജൂലൈ 14 ആയിരുന്നു നമ്മളിത് വിക്ഷേപിച്ചത്. August 5 ആയപ്പോഴേക്കും നമ്മൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തുകയും August 23 നമ്മൾ ഈ ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ വിജയകരമായിട്ട് ഇറക്കുന്നത്. ഇനി പ്രധാനമായിട്ട് നമ്മൾ അവിടെ നോക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് 2024 സ്പേസ് ഡേക്ക് നമ്മൾ നൽകിയ തീം എന്താണ്? എക്സാമിനേഷന് ഈ ഡേയ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തീമുകളും കൂടി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 2024 തീം എന്ന് പറയുന്നത് ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യാസ് സ്പേസ് സാഗ. ഇതാണ് നമ്മൾ 2024 August 23 നാഷണൽ സ്പേസ് ഡേയുടെ തീമായിട്ട് കൊടുത്തിരിക്കുന്നത്. ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യാസ് സ്പേസ് സാഗ. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്നീ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പാറ്റേൺ ചോദ്യമാണ്. നമ്മളുടെ റോഡുകളെക്കുറിച്ച് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജമൻ പാത്ത് എന്ന് പറയുന്ന ഒരു റോഡിനെ കുറിച്ചാണ്. ഈ ശ്രീകൃഷ്ണ ജമൻ പാത്ത് എന്ന് പറയുന്നത് 2 സ്റ്റേറ്റുകൾ ഒരുമിച്ച് രൂപീകരിക്കാൻ പോകുന്ന ഒരു പാത്താണ്. നമ്മൾക്കറിയാം, നമ്മളുടെ ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു സെറിമണിയിൽ വെച്ചാണ് രാജസ്ഥാൻ ഗവൺമെൻറ്റും മധ്യപ്രദേശ് ഗവൺമെൻറ്റും സംയുക്തമായിട്ട് ഈ ശ്രീകൃഷ്ണ ജമൻ പാത്ത് എന്ന് പറയുന്ന പാത്ത് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പുരാണത്തിൽ പറയുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മധുര മുതൽ ഉജ്ജയിനി വരെയാണ് ഈ റോഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും നോക്കാനുള്ളത് ആരാണ് രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്റർ എന്നുള്ളതാണ്. രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭജൻലാൽ ശർമ്മയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജയ്പൂരാണ്. പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ജയ്പൂർ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ മോഹൻ യാദവാണ്. മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭോപ്പാലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ റോഡ് വരുന്നത് മധുര മുതൽ ഉജ്ജയിനി വരെയാണ്. റോഡിൻ്റെ പേര് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജമൻ പാത്താണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ്. ആ സ്റ്റേറ്റിൻ്റെ പേരും പ്രത്യേകമായി എടുത്തു പഠിക്കുക.
ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കുന്ന രത്ന സ്റ്റാറ്റസുകളെ കുറിച്ചാണ്. അതായത് നമ്മളുടെ എക്സാമിനേഷൻസിന് പബ്ലിക് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഗവൺമെൻറ് ഓരോ സ്റ്റാറ്റസുകൾ നൽകിയിട്ടുണ്ട്. നവരത്ന, മഹാരത്ന, മിനിരത്ന എന്നീ സ്റ്റാറ്റസുകൾ. ഇത് സ്ഥിരമായി നമ്മളുടെ എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ 4 പുതിയ കമ്പനികൾക്ക് കൂടി നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ സ്റ്റാറ്റസ് നൽകിയിട്ടുണ്ട്. നവരത്ന സ്റ്റാറ്റസ് ആണ് 4 പ്രധാനപ്പെട്ട കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. അത് ഏതൊക്കെ കമ്പനികളാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 4 പ്രധാനപ്പെട്ട കമ്പനികളാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മുടെ NHPC ആണ്, നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ ആണ് NHPC എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മളുടെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SECI, റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ RCIL ആൻഡ് സത്ലജ് ജൽ വൈദ്യുത് നിഗം SJVN എന്നീ 4 കമ്പനികൾക്കാണ് നവരത്ന സ്റ്റാറ്റസുകൾ നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യയിൽ മൊത്തം 25 കമ്പനികൾക്ക് ഈ നവരത്ന സ്റ്റാറ്റസ് ഉണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതായത് എക്സാമിനേഷന് സ്ഥിരമായി നമ്മളോട് ചോദിക്കാറുള്ളത് എത്ര കമ്പനികൾക്ക് നവരത്ന സ്റ്റാറ്റസ് ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഒരു എക്സാമിനേഷൻ അടുക്കുമ്പോൾ ഈ പുതിയതായി കിട്ടിയ നവരത്ന കമ്പനികൾ ഏതൊക്കെയാണ്, ആ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് നമ്മളുടെ നിർമ്മല സീതാരാമൻ എന്നുള്ള കാര്യം ഓർക്കുക. നിർമ്മല സീതാരാമൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ GST കൗൺസിലിൻ്റെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ്. അതായത് ആരാണോ ഇന്ത്യയുടെ GST കൗൺസിൽ ചെയർമാൻ അവർ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കീമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾ ഇത്തവണ നോക്കുന്ന സ്കീം എന്ന് പറയുന്നത് സുഭദ്ര പദ്ധതി എന്ന് പറയുന്ന സ്കീമാണ്. സുഭദ്ര സ്കീം. ഈ സുഭദ്ര സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കും. സുഭദ്ര സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ഒഡീഷ ഗവൺമെൻറ് ആണ്. നമുക്കറിയാം ഈ ഒഡീഷ ഗവൺമെൻറ്റിൻ്റെ സുഭദ്ര സ്കീം എന്ന് പറയുന്നത് 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഗഡുക്കളായിട്ട് 5 വർഷത്തേക്ക് 50,000 രൂപ നൽകും എന്നുള്ള ഒരു പദ്ധതിയാണ്. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഡീഷയുടെ പുതിയ CM എന്ന് പറയുന്നത് മോഹൻ മാഞ്ചിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ മൊത്തം 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിലെ എല്ലാ CMകളുടെയും പേര് നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. സോ ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഒഡീഷയിലെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒഡീഷയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഒഡീസി എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസ് ഒഡീഷയുടെ ഡാൻസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. എക്സാമിനേഷന് ഡാൻസ് എന്ന് പറയുന്ന സ്റ്റാറ്റിക് GKയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു ഡാൻസിൻ്റെ പേര് നൽകിയതിനു ശേഷം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഈ ഡാൻസ് കളിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒഡീസി എന്ന് പറയുന്നത് ഒഡീഷയുടെ ഡാൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. എന്നാൽ എക്സാമിനേഷൻസിന് ചോദിക്കാറുണ്ട് ഭരതനാട്യം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൻ്റെ ഡാൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മ്യൂസിയം വരാൻ പോകുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മ്യൂസിയം വരാൻ പോകുന്നത് നമ്മുടെ ഹരിയാനയിലെ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ്. നമുക്കറിയാം ഈ 2024 നവംബർ 26-ാം തീയതിയാണ് നമ്മളുടെ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 26 എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നവംബർ 26-ാം തീയതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ പൂനെയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇന്ത്യയുടെ ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്ററായ നമ്മളുടെ മോഡേൺ മനു എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മോഡേൺ ബുദ്ധ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ ഡോക്ടർ BR അംബേദ്കർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം, അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ആർക്കിടെക്ട് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച, ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ, ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം ഇത്തവണത്തെ ഒളിമ്പിക്സ് നടന്നത് നമ്മളുടെ ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിലാണ്. പാരാ ഒളിമ്പിക്സും നടക്കുന്നത് ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിൽ തന്നെയാണ്. കഴിഞ്ഞ കറണ്ട് അഫെയർ സെഷനുകളിൽ നമ്മൾ ഇന്ത്യയുടെ മെഡലുകൾ ഒളിമ്പിക് സെഷനിൽ കിട്ടിയതും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോണ അഗർവാളിനെ കുറിച്ചാണ്. മോണ അഗർവാൾ ഇന്ത്യയുടെ പാരാ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിയ വ്യക്തിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത്തവണ 10 മീറ്റർ എയർ റൈഫിളിലാണ് നമ്മളുടെ മോണ അഗർവാളിന് ഈ ബ്രോൺസ് മെഡൽ കിട്ടിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നാച്ചുറൽ ഡയമണ്ട് കൺസെപ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഏറ്റവും ഒന്നാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മളുടെ ഇന്ത്യയുടെ പൊസിഷനാണ്. അതായത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 2ാം സ്ഥാനത്താണ്. ഇത്തവണ ആണ് ഇന്ത്യ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ചൈനയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചൈനയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3ാമത്തെ സ്ഥാനമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. നമുക്കറിയാം USA ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിങ്ടൺ ആണ്. USA കറൻസി എന്ന് പറയുന്നത് ഡോളറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. USA നിലവിലെ സാഹചര്യത്തിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോ ബൈഡൻ ആണ്. അദ്ദേഹം ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഉള്ള വ്യക്തിയാണ് ഈ ജോ ബൈഡൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കാൻ പോകുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേയ്സ് ആൻഡ് ഡേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മുടെ എക്സാമിനേഷന് ഒരു ചോദ്യം നമ്മൾക്ക് ഡേറ്റുകളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വർഷത്തിലെ എല്ലാ ദിവസങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക. അതായത് ഒരു മാസത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ എല്ലായ്പ്പോഴും അപ്ഡേറ്റ് ചെയ്തതിന് മാത്രം ശേഷം നമ്മൾ എക്സാമിൻ ഹാളിലേക്ക് കയറാവുള്ളൂ. അപ്പോൾ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 29-ാം തീയതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ സ്പോർട്സ് ഡേ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ സ്പോർട്സ് ഡേയുടെ പ്രാധാന്യം, ആരുടെ പിറന്നാളാണ് സ്പോർട്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കാറുണ്ട്. മേജർ ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സ്പോർട്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നമുക്കറിയാം ആരാണ് ഈ ധ്യാൻചന്ദ്. ധ്യാൻചന്ദ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കിയുടെ വിസാഡ് എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ ഹോക്കിയുടെ ചെകുത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മളുടെ ഈ മേജർ ധ്യാൻചന്ദ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് എപ്രകാരമാണോ ക്രിക്കറ്റിൽ സച്ചിൻ, അതുപോലെയാണ് ഇന്ത്യൻ ഹോക്കിക്ക് നമ്മളുടെ ധ്യാൻചന്ദ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡ് മേജർ ധ്യാൻചന്ദിൻ്റെ പേരിലാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി എക്സാമിനേഷന് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ധ്യാൻചന്ദ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കും. അതായത് സ്പോർട്സുകളിലെ കപ്പുകളുടെ പേര് നൽകിയതിന് ശേഷം ഇത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മളോട് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. മേജർ ധ്യാൻചന്ദ് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കപ്പാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ആഗാഖാൻ കപ്പ്, അസ്ലം കപ്പ്, ബീങ്ടൺ കപ്പ് എന്നുള്ള കപ്പുകളെല്ലാം സ്ഥിരമായി എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ളതാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പുകൾ എല്ലാം ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാക്ഷി മാലിക് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ ബുക്കാണ്. എക്സാമിനേഷൻ സ്പോർട്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുടെ പേര് തന്നിട്ട് ഇത് ഇന്ത്യയിലെ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്കറിയാം സാക്ഷി മാലിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗുസ്തി താരമാണ്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ മേടിക്കുന്ന ആദ്യത്തെ വനിതാ ഗുസ്തി താരം എന്ന് പറയുന്ന പദവിയും സാക്ഷി മാലിക്കിന് തന്നെയാണ്. 2016 റിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡലായിരുന്നു നമ്മുടെ സാക്ഷി മാലിക്കിന് കിട്ടിയിരുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒക്ടോബറിൽ ഇറങ്ങാൻ പോകുന്ന സാക്ഷി മാലിക്കിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വിറ്റ്നസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ 2016 സാക്ഷി മാലിക്കിന് ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡ് നമ്മൾ നൽകിയിരുന്നു. എക്സാമിനേഷൻ ഡയറക്റ്റായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡ് ഏതാണ് എന്നുള്ളത്. ഇന്ത്യയുടെ ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡ് എന്ന് പറയുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നായിരുന്നു. ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കിട്ടുന്നത് ചെസ്സല വിശ്വനാഥ് ആനന്ദിനാണ്. 2016 നമ്മൾ ഈ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കൊടുത്തിരിക്കുന്നത് സാക്ഷി മാലിക്കിനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനിയെക്കുറിച്ചാണ്. ഈ 2024 ഓഗസ്റ്റിലാണ് നമ്മൾ ഇന്ത്യയുടെ ഈ അന്തർവാഹിനി കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണ് INS അരിഹാന്ത് എന്ന് പറയുന്നത്. ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് നമ്മൾ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എക്സാമിനേഷൻസിന് ഡേറ്റുകൾ ചോദിക്കാറുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യൻ ആർമി ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ ആർമി ഡേ എന്ന് പറയുന്നത് ജാനുവരി 15 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇന്ത്യൻ നേവിയുടെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 4 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 8 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് ആൻഡ് ഇൻഡെക്സ് എന്നീ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മുടെ എക്സാമിനേഷൻസ് സ്ഥിരമായിട്ട് ഈ ഇൻഡെക്സുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹുറൂൺ ഇന്ത്യൻ റിച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റാണ്. ഈ ഹുറൂൺ ഇന്ത്യൻ റിച്ച് ലിസ്റ്റ് പ്രകാരം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നമ്മളുടെ അദാനി ഗ്രൂപ്പ്സിൻ്റെ ചെയർമാനായ ഗൗതം അദാനിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഗൗതം അദാനിയുടെ ആസ്തി എന്ന് പറയുന്നത് 11.6 ലക്ഷം കോടി രൂപയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ ലിസ്റ്റ് പ്രകാരം, അതായത് ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മുകേഷ് അംബാനിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. മലയാളികളിൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളുടെ ലുലു ഗ്രൂപ്പ്സിൻ്റെ യൂസഫ് അലിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ 2024 ഓഗസ്റ്റിൽ ജപ്പാനിൽ ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ചു. സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് ഈ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിക്കാറുള്ളത്. ഈ ചുഴലിക്കാറ്റിന് അവർ നൽകിയ പേര് എന്ന് പറയുന്നത് ഷാൻ ചുഴലിക്കാറ്റ് എന്നാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫെയർ സെഷനിലും ജപ്പാനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ജപ്പാൻ്റെ കറൻസി എന്ന് പറയുന്നത് yen ആണ്. ജപ്പാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചു എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഓർക്കുക, ജപ്പാൻ്റെ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഷാൻ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 അപ്പോയിൻറ്റുകളെ കുറിച്ചാണ്. നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തിയ 2 അപ്പോയിൻമെൻ്റ് ആണ്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്കാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഒന്ന് നമ്മളുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF പുതിയ DG, പുതിയ ഡയറക്ടർ ജനറലായിട്ട് വരുന്നത് ദൽജിത് സിംഗ് ചൗധരിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ 2ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ CISFുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, CISF എന്ന് പറയുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFിൻ്റെ പുതിയ DG ഡയറക്ടർ ജനറലായിട്ട് വരുന്നത് രജ്വിന്ദർ സിംഗ് ഭാട്ടിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷായാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും CEO സതീഷ് കുമാറിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ റെയിൽവേയുടെ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെനാൽറ്റി ഇമ്പോസ് ചെയ്ത ഒരു ബാങ്കിനെ കുറിച്ചാണ്. നമ്മളുടെ UCO ബാങ്കിന് പെനാൽറ്റി ആയിട്ട് 2.68 crore rupees നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണിഷ്മെൻ്റായി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ UCO ബാങ്ക് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. അതായത് ഓണർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട മേജോറിറ്റി സ്റ്റേക്ക് മുഴുവൻ നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. 1943 UCO ബാങ്ക് നിലവിൽ വരുന്നത്. എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓട്ടോബയോഗ്രഫിയാണ്. നമുക്കറിയാം, അവനവൻ്റെ മെമ്മറീസ് എഴുതുന്ന ഒന്നിനെയാണ് നമ്മൾ ഓട്ടോബയോഗ്രഫീസ്, ആത്മകഥകൾ എന്ന് പറയുന്നത്. പ്രിൻസ് ഓഫ് ഓട്ടോബയോഗ്രഫീസ് എന്ന് മുഗൾ സാമ്രാജ്യത്തിൽ അറിയപ്പെടുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയും 1526 ഒന്നാമത്തെ പാനിപ്പട്ട് യുദ്ധത്തിൽ ഡൽഹിയുടെ സുൽത്താനായ ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താനായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ഫർഗാനയിൽ നിന്ന് വന്ന ബാബറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
ഇനി മുഗൾ സാമ്രാജ്യത്തിൽ എത്ര പേർ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് എന്നും നമ്മളോട് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ജപ ജപ എന്ന് പറഞ്ഞ എളുപ്പത്തിൽ നമുക്കത് ഓർത്തിരിക്കാം. ജഹാംഗീറും ബാബറുമാണ് ഈ പറയുന്ന രണ്ട് വ്യക്തികൾ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓട്ടോബയോഗ്രാഫി എന്ന് പറയുന്നത് ദ സയൻറ്റിസ്റ്റ് ഓൺട്രപ്രണർ എംപവറിംഗ് മില്യൺസ് ഓഫ് വിമൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇൻഡോ അമേരിക്കനായ കൽപ്പന ശങ്കറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാവൽ ദുറോവിനെ കുറിച്ചാണ്. ആരാണ് ഈ പാവൽ ദുറോവ്? നമുക്കറിയാം 2013 സ്ഥാപിച്ച ടെലിഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ സിഇഒയും സ്ഥാപകനുമാണ് നമ്മളുടെ പാവൽ ദുറോവ്. ഇപ്പോൾ നമ്മൾ പാവൽ ദുറോവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ അടുത്ത് ഫ്രാൻസിൽ നമ്മളുടെ പാവൽ ദുറോവ് അറസ്റ്റിലായിരുന്നു. അപ്പം പ്രധാനമായിട്ടും നമ്മൾക്ക് ഇൻ്റർനാഷണലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേരുകൾ ന്യൂസ് പേപ്പേഴ്സ് ടൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതായത് നമ്മളുടെ ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. ഇന്ത്യയുടെ ഈ റിപ്പബ്ലിക് ഡേയിലെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണ്. ഫ്രാൻസിൻ്റെ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCO എന്ന് പറയുന്ന സംഘടനയുടെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. SCOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓപ്പറേഷൻ എന്നുള്ളതാണ്. SCO 2001 രൂപീകരിച്ച ഒരു സംഘടനയാണ്. ഇതിൻ്റെ ഇത്തവണത്തെ ഉച്ചകോടി നടക്കുന്നത് നമ്മളുടെ പാകിസ്ഥാൻ്റെ ക്യാപിറ്റലായ ഇസ്ലാമാബാദിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഷെഹ്ബാസ് ഷെറീഫാണ്. പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആസിഫ് അലി സർദാരിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി പാകിസ്ഥാൻ്റെ കറൻസി എന്ന് പറയുന്നത് പാകിസ്ഥാനി റുപ്പിയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു SCOയുടെ ഇത്തവണത്തെ ഉച്ചകോടി നടക്കുന്നത് പാകിസ്ഥാൻ്റെ ക്യാപിറ്റലായ ഇസ്ലാമാബാദിൽ വെച്ച് ആണ് എന്നുള്ളത്. ഇനി ആരൊക്കെയാണ് ഈ SCOയിലെ അംഗരാജ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഷാങ്ഹായ് കോപ്പറേറ്റീവ് ഓപ്പറേഷൻ്റെ അംഗരാജ്യത്തിൽ എന്തായാലും ചൈന ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഒരു അംഗരാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. മറ്റൊന്ന് റഷ്യയും കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും തജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങിയതാണ് SCOയുടെ അംഗരാജ്യങ്ങൾ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മരണ വാർത്തയാണ്. നമ്മളുടെ നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും എന്നീ ഭാഗങ്ങളിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട AG നുറാനി ആണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഒബിച്വറിയിൽ നിന്ന് നമുക്കിടെ എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ദ കാശ്മീർ ഡിസ്പ്യൂട്ട് 1947 to 2012 എന്ന് പറയുന്ന ഒരു പുസ്തകവും ആർട്ടിക്കിൾ 370 എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പുസ്തകവും ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ 370 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിന് നൽകിക്കൊണ്ടിരുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസിന് നൽകിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ ഈ ആർട്ടിക്കിൾ 370 ഡീസെൻട്രിഗ്രേറ്റ് ചെയ്യുകയും നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ 2 യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എക്സാമിനേഷന് സ്ഥിരമായി ചോദിച്ച് കാണാറുള്ളത് ആർട്ടിക്കിൾ 370 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കശ്മീരിന് നൽകിക്കൊണ്ടിരുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു ആർട്ടിക്കിൾ 370 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതോടുകൂടി എഡ്യൂകാരൻ്റെ ഈ ആഴ്ചത്തെ വീക്ക്ലി കറണ്ട് അഫയർ സെഷൻ നിങ്ങൾ അവസാനിക്കുന്നു. താങ്ക് യു. ബൈ.